ഒരു മഞ്ഞുമല മൊത്തത്തിൽ ഇടിഞ്ഞു വീഴുക, ഒരു ഗ്രാമത്തെ ഒന്നാകെ വിഴുങ്ങുക. സിനിമയിൽ കണ്ടുപരിചയമുള്ള ഈ ദുരന്തം ശരിക്കും സംഭവിച്ചിരിക്കുന്നു. സ്വിസ് ആൽപ്സിലാണ് സംഭവം നടന്നത്. ഒരു മഞ്ഞുമല ഇടിഞ്ഞു വീണ് ബ്ലാറ്റൻ ഗ്രാമത്തെ മണ്ണിനടിയിലാക്കി. ദുരന്തത്തിൻ്റെ ആഘാതത്തിലാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ. നിരവധി ആഴ്ചകളായി വിദഗ്ധർ മലയുടെ അവസ്ഥ നിരീക്ഷിക്കുകയായിരുന്നു. മലയുടെ ഒരു ഭാഗം തകർന്ന് താഴെയുള്ള മഞ്ഞുമലയിൽ അടിഞ്ഞുകൂടി 9 ദശലക്ഷം ടൺ അവശിഷ്ടങ്ങളാണ് ഗ്രാമത്തെ വിഴുങ്ങിയത്. പൊടിയും കല്ലും കലർന്ന ഒരു വൻ തിരമാല മനോഹരമായ മലയിടുക്കുകളിലൂടെ പാഞ്ഞുകയറി ഗ്രാമത്തെ ഓർമ്മയാക്കി. ദിവസങ്ങൾക്ക് മുമ്പ് ദശലക്ഷക്കണക്കിന് ടൺ അവശിഷ്ടങ്ങൾ ഗ്രാമത്തിന് മുകളിലുള്ള മഞ്ഞുമലയിൽ കുന്നുകൂടി, തുടർന്ന് താഴ്വരയിലേക്ക് ഇടിഞ്ഞു വീണു. വൻ ഉരുൾപൊട്ടൽ സംഭവിക്കുമെന്ന ഭയത്തിൽ അധികൃതർ 300 ഗ്രാമവാസികളെയും അവരുടെ കന്നുകാലികളെയും പൂർണ്ണമായും ഒഴിപ്പിച്ചു. ചിലരെ ഹെലികോപ്റ്റർ വഴി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. എല്ലാം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സ്ഥിതി വഷളായതോടെ ഞങ്ങൾ അതുമായി പൊരുത്തപ്പെട്ടു. പക്ഷേ പരിഭ്രാന്തരായില്ല. ഈ താഴ്വരയിലെ ജനങ്ങൾക്ക് പ്രകൃതി ദുരന്തങ്ങൾ പുതിയ കാര്യമല്ല. ഗ്രാമവാസികളിൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ആഗോള താപനില ഉയരുന്നത് ബ്ലാറ്റൻ പോലുള്ള ഗ്രാമങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനെക്കുറിച്ച് കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കാലാവസ്ഥാ വിദഗ്ധ ഹെന്ന ഹണ്ടൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ദൃശ്യങ്ങൾ ഹൃദയഭേദകമാണ്. നമ്മൾ കൊടും ചൂടിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. 2024 ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു. ഏറ്റവും ചൂടേറിയ വേനൽ രേഖപ്പെടുത്തിയ വർഷം. ഈ ചൂട് ആർട്ടിക്കിലെ മഞ്ഞുരുകലിനും വെസ്റ്റ് അന്റാർട്ടിക് ഐസ് ഷീറ്റ് പോലുള്ള പ്രധാന മഞ്ഞുമലകളുടെ ഉരുകലിനും കാരണമാകുന്നു. ഈ മാറ്റങ്ങൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു, ഹെന്ന ഹണ്ടൽ പറയുന്നു. ഇത് വലിയൊരു ആശങ്കയാണ്. മഞ്ഞുമലകൾ ഉരുകുന്നതും ആർട്ടിക്കിലെ മഞ്ഞുരുകലും ചൂടിൻ്റെ റെക്കോർഡുകൾ തകർക്കുന്നതും ആൽപ്സിനെ അസ്ഥിരമാക്കുന്നു. 2015 ഏറ്റവും മോശമായ കാലാവസ്ഥാ ആഘാതങ്ങൾ ഒഴിവാക്കാൻ ആഗോള താപനില വർധന 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിർത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ നമ്മൾ ആ ലക്ഷ്യം കൈവരിക്കുന്നില്ല. താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബ്ലാറ്റൻ പോലുള്ള ദുരന്തങ്ങൾക്ക് കാരണം. ഇവ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ, അതോ ഇനിയും ഇത്തരം വൻ ദുരന്തങ്ങൾ പ്രതീക്ഷിക്കണോ എന്ന ചോദ്യത്തിനും ഹെന്ന മറുപടി നൽകുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇതൊരു പ്രവണതയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ചുഴലിക്കാറ്റുകൾ കൂടുതൽ ശക്തമാവുകയാണ്. ചൂട് തരംഗങ്ങളുടെ ദൈർഘ്യവും തീവ്രതയും കൂടുകയാണ്. മനുഷ്യനിർമ്മിത കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിനൊരു കാരണം. നാം ഇതിനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ കൂടുതൽ പതിവാകും, കൂടുതൽ തീവ്രമായും സംഭവിക്കും. നിങ്ങൾ UN കാലാവസ്ഥാ സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തിട്ടില്ലേ? ആഗോളതലത്തിൽ ഇത് പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിനും അവർ ഉത്തരം നൽകി. 4 UN കാലാവസ്ഥാ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇനി ബ്രസീലിൽ നടക്കുന്ന സമ്മേളനത്തിലും പങ്കെടുക്കും. ഈ സമ്മേളനങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒന്നിപ്പിക്കുന്നു. പക്ഷേ യഥാർത്ഥ വെല്ലുവിളി തീരുമാനങ്ങൾ നടപ്പാക്കലാണ്. പല രാജ്യങ്ങളും തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അപകടമാണ്. ഉദാഹരണത്തിന് US മുൻ പ്രസിഡന്റ് ബൈഡൻ്റെ കാലാവസ്ഥാ നയങ്ങൾ പിൻവലിക്കാൻ പ്രസിഡന്റ് ട്രംപ് ശ്രമങ്ങൾ നടത്തുന്നു. US, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ പ്രധാന പങ്കാളികൾ തങ്ങളുടെ പങ്ക് വഹിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതിന് തടസ്സമാണെന്നും ഹെന്ന പറയുന്നു.